Aliens. ഇതൊക്കെ ഓട്ടയിലൊക്കെ ഈ ചൂട് കാലത്ത് ചിലപ്പോൾ ഈ ഇഴജന്തുക്കളൊക്കെ കയറിയിരിക്കേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ അടക്കണ്ടായിരുന്നു ചേട്ടാ. ആ ഇതിപ്പോ 2 ചാക്ക് സിമെന്റ് അധികം എടുക്കേണ്ടി വന്നു. അതെ അതെ, അതൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പോരുമ്പോ അടച്ചത്ര കുഴപ്പമുണ്ടായില്ല. അതിനെങ്ങനെ 2 കാളകൂട്ടന്മാരാ ഇവിടെ. ഒരു സാധനം അവര് ചെയ്യില്ല. അതായത് സിമെന്റിനൊക്കെ എത്ര വില ഇപ്പൊ? ഒന്ന് ഞാൻ ഇടപെട്ടാലേ ഇതൊക്കെ നടക്കുള്ളേ. ചായ കുടിച്ചോ. ചായ കുടിക്കുക എന്നിട്ടൊക്കെ മതി. കുട്ടു മോനെ ബാ ബാ, ചായ വേണ്ട എനിക്ക്? വേണ്ടേ? അല്ല അത് നീ കുടിച്ചോ, അവന് വേണേ ഞാൻ വേറെ കൊണ്ട. അല്ല വേണ്ട, ഓൻ ചായ അധികം കുടിക്കൂലെന്ന്. ഓനിത് മറിച്ച് കളയും. ഓന് ഞാൻ എന്നെ കുടിച്ചൊക്കെ വെച്ച്. എന്നാലും കുറച്ച് കുടിച്ചോട്ടാ. ചൂടുണ്ടാ? നല്ല ചൂടുണ്ടാ? നല്ല മോനാണ്. തള്ളത്തിൽ നിന്ന് കളിക്കണേ, വെയിലൊന്നും കൊണ്ടുവിടാം കേട്ടാ. അച്ഛൻ്റെ പണി കഴിഞ്ഞിട്ട് ഇപ്പൊ പോവാ. ഓക്കെ, കയ്യിൽ കൂടിയോ? അച്ഛൻ സാരില്ല, നീ തൊഴണ്ടപ്പാ. പോയി കളിക്കട്ടാ, പോയിക്കോ. എന്റെ കയ്യിലേ പൊടിയൊക്കെ ആയത് അവന് സഹിക്കണില്ല. അതെ അതെ. അല്ല നീ പണിക്ക് പോണടത്തേക്കൊക്കെ ഈ കുട്ടീനെ കൊണ്ടുപോവാ? അല്ല, സംഭവം എന്ന് വെച്ചാൽ ഭാര്യക്ക് PSC പരീക്ഷയാണ്, ലാസ്റ്റ് ഗ്രേഡിന്റെ. പിന്നെ അതുപോലെ വീട്ടിൽ ആരും ഇല്ല. പിന്നെ ചെക്കന എന്തായാലും അവൻ എന്റെ ഒപ്പരം വരും, എവിടെ പോയാലും ഒപ്പരം വരും. അങ്ങനെ നിന്റെ കൂടെ നിൽക്കും. കുഴപ്പമില്ല, എന്റെ ഒപ്പരം ഓന് പ്രശ്നമൊന്നുമില്ല. എന്നെ എത്ര സമയം കണ്ടിട്ടില്ലെങ്കിലും കുറെ കഴിയുമ്പോൾ അവൻ കരയും. പിന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട പോലെ അവിടെ നിൽക്കും. അങ്ങനെ ഒരു കുഞ്ഞിയാണ്. അതായാലും ഭാഗ്യം ചെയ്ത ആളാ. അതെ, ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് സിമെന്റ് ബാക്കി ഉണ്ടെങ്കിലേ ആ അലക്കല്ലിന്റെ ചോട പൊട്ടിയ സ്ഥലം അതൊക്കെ ഒന്ന് അങ്ങോട്ട് തേച്ച് വൃത്തിയായിക്കോട്ടോ. അങ്ങനെ വെള്ളം എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോട്ടോ. ആ കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. ശരി. ഞാനിത് വായിക്കുന്നത് കാണാനില്ല, അപ്പൊ അത് പൊക്കി എനിക്ക് വായിക്കാൻ പറ്റുമോ? എന്നാൽ അതിന്റെ ഉള്ളിൽ കയറി ഇരുന്നടി. ഞാൻ ഈ സൈഡ് മാത്രമല്ലേ വായിക്കുന്നുള്ളൂ. രാവിലെ വന്ന പത്രമല്ലേ, ഇത്ര നേരം ഇവിടെ വെറുതെ കിടക്കായിരുന്നല്ലോ. അപ്പൊ നിനക്ക് വായിക്കാൻ പറ്റിയില്ല? ഒരാളെടുത്ത് വായിക്കുമ്പോഴാണോ അതിന്റെ ഇടയിൽ കൂടെ കയറുന്നത്? എനിക്ക് വേണ്ട, തനിയായിരുന്നു വിഴുങ്ങ്, സമാധാനാവട്ടെ. ഓ, പത്രം വായിച്ചിട്ട് എനിക്ക് നാളെ. ആ പ്രകാശ കഴിഞ്ഞ ചേട്ടാ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. പിന്നെ അലക്കലിന്റെ പണി അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആക്കി. അതെ അല്ലേ? കനക പ്രകാശം പണി കഴിഞ്ഞ് പോണു. ആ കനകനോടെ പൈസ എടുത്ത് കൊടുക്കണം. അതെ, നീ പോയിട്ട് എന്റെ പേഴ്സിരിക്കണ്ട, മേശപ്പുറത്ത് എടുത്തിട്ട് വാ. കുട്ടാ, അമ്മ പരീക്ഷയ്ക്ക് പോയിട്ടേ നേരം കുറേ ഇല്ലേ, അമ്മയെ കണ്ടില്ലെങ്കിൽ വിഷമിക്കുണ്ടാവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവന് ഞാൻ മാത്രം മതി. അതെല്ലേ? ആരില്ലെങ്കിലും കുഴപ്പമില്ല. അതേടാ, എപ്പോഴും എന്റെ കൂടെ തന്നെ. ക്രീമൊക്കെ മേടിച്ചു തരാറുണ്ടാ? അവന് പല്ലിന് പുഴുപ്പുണ്ട്, അവിടെ അതൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അതൊന്നും കുഴപ്പമില്ലെന്ന്. ആദ്യത്തെ പല്ല് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഈ പ്രായത്തിൽ കഴിക്കാനുള്ള കഴിക്കണം. ഭയങ്കര മധുരപ്രിയനാണ്. ഇതുപോലെ മതിയല്ലോ അല്ലേ? ശരി. ആ ഇത് അതിന്റെ വെച്ചോട്ടാ. ഐസ്ക്രീം മേടിച്ചിട്ടാ അച്ഛനെ കൊടുക്കണ്ടാട്ടാ. അവൻ എന്റെ മോനാ, ഞാൻ പറഞ്ഞില്ലേ. ശരി 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 ശരി. എന്താകുമ്പോൾ കാശ് കിട്ടണൊക്കെ അച്ഛനങ്ങനെ കൊടുക്കണട്ടാ. പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി, ഓക്കെ. ആ മോൻ അച്ഛനോട് എന്ത് സ്നേഹമല്ലേ. തിരിച്ചു അങ്ങനെയല്ലേ? ഈ അച്ഛൻ്റെയും മോൻ്റെയും സ്നേഹം അനുഭവിക്കുക എന്ന് പറയണതേ ഒരു ഭാഗ്യം. ഇതൊക്കെ കാണുമ്പോഴാ സ്വന്തം കുട്ടിയില്ലാത്തതിന്റെ വിഷമം. എന്താ ചേട്ടാ ഇങ്ങനെ? നമുക്ക് മക്കളില്ലെന്ന് ആരാ പറഞ്ഞേ? മക്കളുണ്ട്, മരുമക്കളുണ്ട്, ചെറുമക്കളുണ്ട്. നമുക്ക് അവർക്കില്ല എന്താവശ്യത്തിന്? പിന്നെന്താ? സ്വന്തം ചോരയിൽ ഒരു കുട്ടി ഉണ്ടാവുക പറഞ്ഞു ഭാഗ്യല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ തോന്നാൻ? അല്ല, ആ അച്ഛൻ്റെയും മോൻ്റെയും സ്നേഹം കണ്ടപ്പോൾ അറിയാണ്ട് ഉള്ളുന്നൊരു ഉറവ്. അതുകൊണ്ട്
നമ്മുടെ വിധി ഇതാ, നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിക്കാം. അത് മതി. ആരല്ലേ പത്രം വായിക്കട്ടെ? വാ നമുക്ക് രണ്ടാം കൂടി വായിക്കാം. എന്താ ഇവിടെ എന്താ എല്ലാരും കൂടി പുറത്തു ഇല്ല വെറുതെ അപ്പുറത്ത് ഞാൻ കൂടെ ഇരുന്നോട്ടെ. ഉറക്കമായിരുന്നാ? വെറുതെ പോകണല്ലോ ഓരോന്നും നോക്കി. അമ്മായി എന്തേ? അമ്മായി എന്തേ? അവിടെ അകത്തുണ്ടാവല്ലോ. അമ്മായി ഒന്നിങ്ങ വന്നേ. എന്താ എല്ലാരും കൂടി അവളെന്താ ഇത്? എന്താ എന്താടി? ഒന്ന് വാ. ആരും ഒന്നും ചെയ്തൊന്നുമില്ല. എന്നാ എടേ നീ പറ, നീ 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 പറയടേ, എന്താടാ? നീ പറയടേ. നിങ്ങൾ രണ്ടുപേരും പറയണ്ട, അമ്മ പറയും. ആ അതാ നല്ലതല്ലെങ്കിൽ, കാരണം തലയിരിക്കുമ്പോൾ പാലാടണ്ട. അമ്മ പറയമ്മ. എന്താ ചേച്ചേ? ഗിരിരാജ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്ത് അത് നിങ്ങളുടെ കൂടെ പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താ? അല്ല, ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇനിയിപ്പം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്കത് മുമ്പേ അറിയാമായിരുന്നു. അത് എന്നോടല്ല, അവളോട് പറയും. ഇപ്പോഴും അവൾ എന്നെയും കൊണ്ട് ഓരോ അമ്പലം കയറി ഇറങ്ങുക, കുട്ടിയെ കാണണം പറഞ്ഞിട്ട്. അല്ല, അതല്ല, നീ ഒരു കുഞ്ഞിനെ ദത്തെടുക്കണം. ഈ നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെതും കൂടെ അല്ലേ ചേച്ചി? ഇനിയിപ്പോൾ അതിൻ്റെ മേളിലൊരു കുഞ്ഞെന്തിനാ? അമ്മായി, ഈ കാര്യം ശരിയാണ്. അമ്മാവനും അമ്മായിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളുണ്ട്. അങ്ങനെ തന്നെയാണ് ഇനിയും എന്നും അങ്ങനെ തന്നെയല്ലേ. പക്ഷെ നമുക്ക് നമ്മുടേതെന്ന് പറയാനും നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാനും നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ അല്ലേ? അല്ല, അത് കറക്റ്റാണ് അളിയൻ പറഞ്ഞത്. ഇപ്പം വീണ നമുക്കൊന്ന് താങ്ങാൻ ഒരു തണലായിട്ട്, പിന്നെ നമുക്കൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യമൊക്കെ കൊടുക്കാനും നമ്മുടേതെന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം വേറെ അല്ലേ? ഞാൻ നിങ്ങളീ പറഞ്ഞ കാര്യം കുറേ മുമ്പ് ഞാൻ ആലോചിച്ചതാണ്. പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്തിനാ അത് വേണ്ടടാ? അമ്മാവാ, അമ്മാനിത് വേണ്ടാന്ന് വെച്ചത് ഞങ്ങളെ ഞങ്ങൾക്ക് വിഷമാവെന്ന് വിചാരിച്ചിട്ടാണോ? അയ്യോ അല്ല. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അതല്ല, നീ ഒരു കുഞ്ഞിനെ കൊണ്ടുവരണം. നിൻ്റെതെന്നും പറഞ്ഞൊരു കുഞ്ഞി മുറ്റത്ത് ഓടിക്കളിക്കുന്നത് എന്നെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് കാണണം. എന്താ നിങ്ങളീ പറയണം? ഇങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് ഇല്ലയെന്ന് പറഞ്ഞാൽ അത് കള്ളാവും. ഞാനിതിന് മുന്നേ ചേട്ടനോട് പറഞ്ഞതാ. അപ്പോൾ ചേട്ടൻ വെറുതെ ഉഴപ്പിക്കളഞ്ഞതാ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞു. അമ്മ ഒന്നും ചെയ്യണ്ട, ഞാൻ ഫാദറിനെ വിളിച്ചെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് അമ്മ വിളിച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഏത് ഫാദർ? അതെ, ഞങ്ങളെ കൊടുങ്ങാവളയുള്ള പള്ളിയിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് ഫാദർ പോൾ കുഴിത്തടത്തിൽ. അച്ഛനൊരു ഓർഫനേജ് നടത്തുന്നുണ്ട്. ഇപ്പം കമുകുംകോട അവിടെ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട് അച്ഛൻ. അപ്പോൾ അവിടെ ഇഷ്ടംമാതിരി പിള്ളേരുണ്ട്. അമ്മ ഭയങ്കര എണ്ണത്തിന് നമ്മളെടുത്ത അച്ഛനതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അമ്മാവനെ അച്ഛനെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ മതി. ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അല്ല, നിങ്ങളൊക്കെ അങ്ങനെയാണ് പറയണെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട, അളിയെ വിളി, ഫാദറെ വിളിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ കൊണ്ട്. അല്ലല്ല, അതൊക്കെ ഓക്കെ. പിന്നല്ലേ ഈ ഒരു മുഖത്തിന്റെ ഒരു ആ മാറ്റത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷത്തിന് ഒരു പായസം വെച്ചാലോ? പായസോ? ഒരാഴ്ച നടന്ന് നിൽക്കുന്ന പാർട്ടിയാ. അല്ലേ, ഇന്നൊരു പായസം വെക്കാം. അത് വെച്ചോ, അത് വെച്ചോ. അവിടെ ഈ തക്കാളിയൊക്കെ നീക്കി വെച്ചേക്കണതിന് എടുത്ത് കഴിക്കും അങ്ങോട്ട്. അവൻ കഴിക്കത്തില്ല, അവന് ചിക്കൻ കാല് വേണം. കഴിക്കടാ. പുളി. ആ പുളിയൊക്കെ വേണ്ടതാ ശരിയല്ല. ആ ഗ്ലാസ് എടുക്കടാ. ഓക്കെ, പോൾ ഫാദറിൻ്റെ മെസ്സേജ്. ഗോഡ് ബ്ലെസ് യു, ഗുഡ് നൈറ്റ്. ആണോ? ഓ സത്യം, ഫാദറിൻ്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്തൊരു സന്തോഷം ഫാദറിന്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞോ, ക്ലീറ്റസേ, നീ ചെയ്യണത് ചെറിയ കാര്യമില്ല, വലിയൊരു കാര്യമാണ് ചെയ്യണത്. അതിൻ്റെ പുണ്യം നിനക്ക് കർത്താവ് തരും. കേട്ടപ്പോൾ എനിക്കുണ്ടല്ലോ
ഇപ്പോഴും എന്താ പറഞ്ഞപ്പോഴും എനിക്ക് എൻ്റെ പിറകൊക്കെ ഒരു അത് പറഞ്ഞപ്പോഴാ ഞാൻ വർഷം വയ്ക്കുമ്പോഴാണ് ക്ലീറ്റോ അച്ഛൻ വിളിച്ച് ഇക്കാര്യം പറഞ്ഞത്. കേട്ടപ്പോ എനിക്കെന്തോ ഒരു സന്തോഷമായെന്ന് അറിയാം. ഒരു രാത്രി ഇവിടുത്തെ പകലാവുന്ന ഇടയ്ക്ക് എന്തെല്ലാം ജാലവതിയെ കർത്താവ് കാണിക്കുന്നത്. ഓ എനിക്ക് വയ്യ. ഇതിപ്പോ എനിക്ക് തോന്നണേ അമ്മാവനും അമ്മായിക്കും നേരത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ എന്തൊക്കെ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ഓർത്തായിരിക്കും മിണ്ടാതിരുന്നത്. ആ വായോ. ആ ഭക്ഷണം കഴിക്കാൻ ഇരിക്കടാ, ഇരിക്ക്. ഭക്ഷണം കഴിക്കുന്ന അവിടെ നിന്ന് നീക്കൊന്നും വേണ്ട, അവിടെ കഴിക്കുന്ന അവിടെ ഗോതമ്പ് കഞ്ഞി. അമ്മാവ ഫാദറിനെ വിളിച്ചായിരുന്നു? വിളിച്ചു, സംസാരിച്ചു, കുറേ നേരം സംസാരിച്ചു. നല്ല സ്നേഹവും വിനയമുള്ള സാത്വികനായ ഒരു മനുഷ്യൻ. അതാണ് എന്തൊരു മനുഷ്യൻ, സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലേ. നാളെ രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞിരിക്കേണ്ടളോട്. ആണോ? എന്നാ പിന്നെ ഒട്ടും താമസിക്കണ്ട, രാവിലെ തന്നെ വിട്ടോ രണ്ടുപേരും കൂടെ. അതെ അതെ. അയ്യോ ഞങ്ങൾ ഒറ്റയ്ക്കോ? നിങ്ങളും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ, എന്നാ നിങ്ങൾ വാ. അല്ലല്ല അമ്മായി, ഈ വക കാര്യങ്ങൾക്ക് എല്ലാവരും കൂടെ പോയാൽ ശരിയാവില്ല. കാരണം ആൾ കൂടുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അത് വേണ്ട, നിങ്ങൾ പോവുക, നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരെണ്ണത്തിന് എടുക്കുക, അതിനിവിടെ കൊണ്ടുവരിക, ഞങ്ങൾ എന്തായാലും ഒരു കൈ നീട്ടി അങ്ങ് സ്വീകരിക്കും. അത്രേ ഉള്ളൂ, അതാണ് നല്ലത്. എനിക്കൊരു ആൺകുട്ടിയെ വേണം. നമുക്ക് പ്രായമാകുമ്പോ തോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഒരാളാവുമല്ലോ അല്ലേ? ഇല്ലടാ, എനിക്കൊരു പെങ്കൊച്ചു മതി. കണ്ണൊക്കെ എഴുതി ഒരുക്കിക്കൊണ്ട് നടക്കാനും വേണ്ടി വന്ന 2 വഴക്ക് പറയാനും. അല്ലേ ഒരു തങ്കം? എന്നാ ഒരു കാര്യം ചെയ്യാം, ആണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ സന്തോഷം ഏറ്റവും വലുത്. അതെ 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 അതെ. ഫാദറിന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്റെ ഫോണിലോട്ട് ഒരു ഒറ്റ വിളി, അപ്പൊ തന്നെ വർഷം മൂടി ഞാൻ വിളിക്കും. ഇതിന്റെ പേരിൽ നീ ലീവ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ക്ലീറ്റോനെ വിളിച്ചോളാം. നീ മര്യാദയ്ക്ക് പഠിക്ക് വയ്ക്കോ നീ. അച്ഛനുമായിട്ട് എല്ലാം സംസാരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി സാർ ഇപ്പോൾ ഉടനെ ഇടപെടണ്ട, ഞാൻ വേണമെങ്കിൽ അറിയിക്കാം. അല്ല, അവിടെ കൊച്ചിനെ ഇവിടെ വരെ എടുക്കണ്ടേ? ഓ ഓ, അവരെടുത്തോളും. ഫോർമാലിറ്റീസ് കഴിയാൻ കുറേ സമയം എടുക്കുമായിരിക്കും അല്ലേ? അതെ, നമ്മുടെ ചെറിയൊരു കാര്യമല്ലല്ലോ അമ്മായി. അപ്പോൾ അതിനതിൻ്റെതായ ലീഗൽ ഫോർമാലിറ്റീസിന് സമയം വേണം എന്തായാലും. പക്ഷേ അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബേബി വരാൻ പോവാണോ? അപ്പൊ നമ്മളൊന്നും വേണ്ടേ? അത് നീയല്ലടാ അപ്പൂപ്പന്റെ വലിയ ബേബി. വരാൻ പോണത് കൊച്ചു ബേബി അല്ലേ? നീ വേണ്ടായിരുന്നു നോക്കാൻ. അമ്മാവാ ആ കഞ്ഞിയായിട്ടുണ്ട്. എന്നാ പിന്നെ എന്നാ പോയി കഞ്ഞി കുടിച്ച് കിടക്കട്ടെ, നാളെ നേരത്തെ പോണ്ടല്ലേ. അതെല്ലാം പ്രാർത്ഥിച്ചോ മനസ്സിൽ നല്ലവരെല്ലാം കേട്ടാ അമ്മായി. അപ്പൊ രാത്രി യാത്രയില്ല. ഓ പിന്നെ അങ്ങ് പോവല്ലേ. 2 ചപ്പാത്തി കൂടി കഴിക്കടാ. അതേ തങ്കം, 2 നല്ല ഉഷാറായിട്ടുണ്ട്. ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട് ഇല്ലേ? സത്യം. ഇനി കൊച്ചു വരുമ്പോ എന്തായിരിക്കും അപ്പൊ? ഇതൊരു സന്തോഷാന്നറിയാമോ കർത്താവേ? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മിനിറ്റേക്കണേ. വലിയൊരു കൂടി മെഴുകുതിരി എത്തിച്ചേക്കാവേ. ഞാനതല്ലേ പറഞ്ഞ ഒരു ഓട്ടോ വിളിക്കാന്ന്. ഓട്ടോ അമ്മ കേക്കണ്ടേ? പോയി കാണുമോ എന്തോ? അതാ വന്നാ ഒന്നും അതെ. നല്ല ആളാ. 1 മണിക്കൂറായി ഞാൻ കാത്തുക്കണ്. പിന്നെ പിള്ളേർ നിർബന്ധിച്ചപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയത്. എടാ, ഞാൻ 40 അമ്പലം വരെ ഒന്ന് പോയിരുന്നു. നിങ്ങളൊരു നല്ല കാര്യത്തിന് പോവില്ലേ, ഒരു അർച്ചന ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. കിടക്കപ്പായാലും അവൻ എന്നെ കുത്തിപ്പൊക്കി. ഒരിക്കലും അമ്മക്ക് അമ്പലത്തിൽ പോകണം, ചെറുക്കനൊരു കാര്യത്തിന് പോവാന്നും പറഞ്ഞോണ്ട്. എനിക്ക് വേണ്ടടാ, ഞാൻ യാത്ര പോലെ വേർക്കും. വേർത്ത് അപ്പ പോവത് വേണ്ട. രാഘാലം നോക്കി നോക്കി കറക്റ്റ് സമയം നോക്കിയിട്ട് ഇറങ്ങി. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. എന്നെ കൊണ്ടുവരുമോ? ആദ്യം ചെല്ലട്ടെ ചേച്ചി, എന്നിട്ട് തീരുമാനിക്കാം. അല്ല, അങ്ങനെ ഇപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. എന്താ നിയമം എന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ എന്ത് വിവരം ഉണ്ടെങ്കിലും ഞാൻ ഫോൺ ചെയ്ത് അറിയിക്കാം. ഞങ്ങൾ നിങ്ങള് ഓട്ടോ കാത്തിക്കോട്ടോ. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ വരാം. താഴെ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വരാം. നീ എന്തിനാ വരണേ? നീ ആ പേരും പറഞ്ഞിട്ട് പണിയൊന്നും കളയാൻ നിൽക്കണ്ട. നീ വീട്ടിൽ പോയിട്ട് വേഗം പഠിക്കൂ കേട്ടോ. ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ച് പൊക്കോളാം. ശരി ചേച്ചി, പോയിട്ട് വരാം. ഓട്ടോ കിട്ടണമെങ്കിൽ ഞാൻ അപ്പുറത്തല്ല ദേവി, എന്റെ ചെറുക്കന് സദ്ഗതി കാണിച്ചു കൊടുക്കണേ. അമ്മക്ക് ഇത് അമ്പലത്തിൽ പോയിട്ട് എപ്പ വന്നത്? ഇതങ്ങ് ഊരിയിടാൻ പാടില്ലേ? ഊരിയിടാം, അതൊന്ന് ഇരിക്കട്ടെ. അമ്മ അവരെ കണ്ടിട്ടേ ഇനി എന്തും ചെയ്യുള്ളൂ. കണ്ടതിൽ ഒരു കുട്ടി ഇഷ്ടപ്പെട്ടെന്നാ പറയണേ.
എന്റെ സംശയം എന്താണെന്ന് അറിയാമോ, ഇവിടെ നിന്നിട്ട് ഒരാളിന് ആണ് വേണമെന്ന് ഒരാളിന് പെണ്ണ് വേണമെന്നായിരുന്നു. അവിടെ നിന്നിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടാവുമെന്നായിരുന്നു എന്റെ. ഇല്ലില്ല, ആൺകുട്ടിയെ സെലക്ട് ചെയ്തത്. ആ അങ്ങനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥിയും കൂടി. ഓ കൊച്ചിന് എത്ര വയസ്സ് വരും? 3-4 വയസ്സിനാവും. അയ്യോ, അപ്പൊ തൊട്ടില് വേണ്ടല്ലേ? നമുക്കൊരു പേരിടണം കേട്ടോ. അതൊക്കെ അവിടുന്ന് ഓൾറെഡി ഒരു പേരുണ്ടാവും. എന്നാലും നമുക്ക് അവര് നമുക്ക് ഇഷ്ടമില്ലാത്ത പേരായിട്ടേക്കണെങ്കിൽ നമ്മളെ ഈ ഞങ്ങൾ ആവശ്യമില്ലാത്ത ഈ പേരിൽ അതിൽ നിങ്ങളൊന്നും അല്ല, പിടിക്കില്ല. നമ്മൾ തർക്കിക്കേണ്ട അമ്മാവനും അമ്മായി ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടാവും. അവരെ കുഞ്ഞ് അവരുടെ ഇഷ്ടം. അത് അവർക്ക് വിട്ടുകൊടുക്കാം. പിന്നെ നിർബന്ധമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓമന പേര് വീട്ടിൽ വിളിക്കാം. നാളെ കൊച്ചെന്നാ വന്നെന്നാവോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉടുപ്പൊക്കെ പോയി എടുത്ത് വെക്കായിരുന്നു. കണ്ടിട്ട് അതാദ്യം അതിനൊക്കെ സമയമില്ലേ, ലീഗൽ ഫോർമാലിറ്റീസിനൊക്കെ സമയമുണ്ട്, അത് കൊടുക്കണം. എന്തായാലും അച്ഛൻ അമ്മാവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല മനുഷ്യൻ നിങ്ങളുടെ മാമൻ കേട്ടോ, എന്താ സംസാരവും പെരുമാറ്റവും. അമ്മാവനെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. ആഠ്യത്വം. എന്തായാലും നല്ലതായി. ഈ ഒരു ആഗ്രഹം ഇത് മനസ്സിലിട്ടുള്ളത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇപ്പൊ ചെറുക്കം വലുതായേനെ അല്ലേ? നേരത്തെ ചെയ്തിരുന്നെങ്കിൽ. അവൻ ഇങ്ങനെ ഒരു സൗഭാഗ്യം അല്ല, നേരത്തെ ആയിരുന്നേ അമ്മാവന് കിടന്ന് ഉരുളണ്ടായിരുന്നു ഈ അമ്പലത്തിൽ മൊത്തം. അവനിങ്ങനെ ഒരു അവനിങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാവാൻ ഞാൻ എത്ര വഴിപാട് നടന്നെന്ന് നിനക്കറിയാമോ? ഇങ്ങനെയെങ്കിലും ഒരു സൗഭാഗ്യം അവന് ദൈവം ഇപ്പോഴെങ്കിലും കൊടുത്തല്ല, അത് മതി. മത്സര വഴിപാടായിരുന്നു. അമ്മായി ഒരു സൈഡിൽ, അമ്മ ഒരു സൈഡിൽ. അനുഭവിക്കുന്ന അമ്മാവൻ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഗിരിരാജൻ, അങ്ങോട്ട് അച്ഛനാകാൻ പോകുന്നു. എത്ര നേരെ നോക്കിയിരിക്കുന്നു. അതെ, എടാ കുഞ്ഞിനെ ഇപ്പൊ കൊണ്ടുവരും. എപ്പോ വേണമെങ്കിൽ കാണാലോ. അത് ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചിട്ടേ നല്ലൊരു ദിവസം നോക്കി നമുക്ക് എല്ലാവരും കൂടെ അങ്ങ് പോവാം. നമുക്ക് എല്ലാവർക്കും പോവാം, പക്ഷെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ പോലെ അതിലത്തെ ഒരു കുട്ടീനെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ഞങ്ങളവനെ ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചപ്പോൾ അവനോടൊപ്പം നിന്നിരുന്നൊരു 19 കുട്ടികൾ ഞങ്ങളിങ്ങനെ ദയനീയമായിട്ട് നോക്കുക. അപ്പം ഞാൻ അവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകുമോ എന്ന് പറയണ പോലെ എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പം ഞാൻ ഇവിടെ ഒന്ന് നോക്കി. ഞങ്ങൾക്ക് അതിൽ നിന്ന് അവനെ മാത്രമായിട്ട് കൊണ്ടുവരാൻ തോന്നിയില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തിനാടാ ഇനി വേറെ മക്കള്? നിങ്ങളൊക്കെ ഇല്ലേ എന്നെ പൊന്നുപോലെ നോക്കാൻ എൻ്റെ മരുമക്കളും, പിന്നെ എനിക്ക് കൊഞ്ചു നടത്താൻ നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ ഇല്ലേ? വേറെ എന്ത് വേണം? ഇനിയിപ്പോൾ എവിടെയെങ്കിലും കിടന്ന് ചത്താലും എനിക്ക് വിഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ മതി. പിന്നെ വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നൊരു തുക മാസാമാസം ഞങ്ങൾ അവിടെ കൊണ്ടേ കൊടുക്കും. എന്നിട്ട് ആ കുട്ടികളോടൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കും എല്ലാ മാസത്തിലും ഒരു ദിവസം. അതാണ് എൻ്റെ തീരുമാനം. അപ്പം അവരും ഞങ്ങളുടെ മക്കളാവില്ലേ? ഇല്ലേ? നല്ല തീരുമാനം. നിനക്ക് പുണ്യം കിട്ടുവാടാ. Aliens.